آله وصحبه أجمعين ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا الذين آمنوا وكانوا يتقون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله الحمد لله നമ്മൾക്ക് നല്ല സാരവത്തായ ഉപദേശവും ബഹുമാനപ്പെട്ട നമ്മളെ ബാദുഷാ സഖാഫി ഉസ്താദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്ന പ്രസംഗമാണ് ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങളുടെ പ്രസംഗം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സമയങ്ങളെല്ലാം മൂപ്പർക്ക് വിട്ടുകൊടുക്കുകയാണ്, ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത് ഇവിടെ കുറേ 5-6 കൊല്ലത്തോളമായി ഞാൻ ഇവിടെ വരുന്നത്. വലിയ ഒരു മനോഹരമായതായിരിക്കുന്ന മജ്ലിസാണ് ഇത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ അബ്ദുൽ നാസിർ ഉസ്താദ് പറഞ്ഞ പോലെ ഇത് ഖാജാനെ പിരിച്ചം വെച്ചിട്ട് അല്ലാണ്ട് ഇവിടേക്ക് ഇത്ര ആൾക്കാർ ഇവിടേക്ക് വന്നിട്ട് എത്താനാണ് കയ്യരാന്ന്. ഞാനിപ്പോൾ കുറേ ആളെ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ അജ്മീർ മൂലത്തിന്, കുറേ എത്തിയിട്ടില്ല. ഇപ്പോൾ സുള്ളിയത്ത് നമ്മളെ മുസ്തഫ അജിയാരെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ കുറേ ആൾക്കാരെല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവർ വന്നിട്ട് ഒന്നും എത്തുന്നില്ല. ഇത് വല്ലാത്തൊരു പോറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടേക്ക് വരുമ്പോൾക്ക് ഞാൻ പഴയ ഒരു ബൈരെ കൂടിയിട്ട് വന്നതാണ്. അത് നോക്കുമ്പോൾ അള്ള പഠിച്ച പോലെ തന്നെ ഉണ്ട്, ഒരു ബൈയും വ്യത്യാസമായിട്ടില്ല, അന്നുള്ള പോലെ തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് പിന്നെ പണ്ട് ഒരു ഷായർ തഖ്വീൻ ലിസാനിൽ ഷായറും വഹിച്ച് പറഞ്ഞ ഓർമ്മ വന്നു. ഓ ബൽദത്തിൻ ലൈസാ ബിഹാ അനീസു ഇല്ലൽ യുഅഫിറു വഇല്ലാ ഈസു എന്ന് പറഞ്ഞൊരു ഒരു പാട്ടുണ്ട്. അത് ഓർമ്മ വന്നു. പഠിച്ചവനെ ഇങ്ങനത്തെ ഒരു നാട്, ഒരു 4 കിലോമീറ്ററോളം എല്ലാം കാട് തന്നെ. ഒരു മനുഷ്യന്മാർ അവിടെ നേരം പോക്കാക്കുന്ന ഒരു മനുഷ്യന്മാരില്ല. ഒരു ഒരു മരണ ഹാജരായെങ്കിൽ അവനക്കൊരു തണ്ണി കൊടുക്കുന്ന ആളും വെള്ളം കൊടുക്കുന്ന ആളും കൂടി ഇല്ലാത്ത ഒരു പരിസ്ഥിതി, അങ്ങനത്തെ ഒരു രാജ്യമാണ്. നോക്കുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ വലിയൊരു സന്തോഷമാണ്, അത് പറയണ്ട. നമ്മളവിടെ ഈ സ്ഥലത്തിലേക്ക് എത്തുമ്പോൾ ഇന്നിവിടെ ഖാജാ തങ്ങളുടെ ദർബാറാണ്. അവരുടെ അവരുടെ പേരിൽ സംഘടിപ്പിച്ച മജ്ലിസാണ്. അപ്പോൾ 50 ഏക്കർ റോഡായി എന്ന് പറഞ്ഞു. വേറൊരു വഴി, ഞാൻ വന്ന പഴയ വഴിയിലായിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ആയത്. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വഴിയിൽ വരാം ആയുസുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ എല്ലാം കൂടിയിട്ട് ഇതിപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ട് എത്തിയത് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മദതാണ്. അതിനും പുറമെ നമ്മുടെ ഈ അബ്ദുൽ നാസിർ ഉസ്താദ് ഉണ്ടല്ലോ, ആ മനുഷ്യനെ ഒരു മനുഷ്യനെ പിടിച്ചെങ്കിൽ വിടൂല, അങ്ങനത്തെ ഒരു പടപ്പത്തരാണ്. സുബ്ഹാനല്ലാഹ്. അയാൾ ഒരാളെ ക്ഷണിക്കാൻ അയാൾ അയച്ചെങ്കിൽ പിന്നെ അയാൾ ഒപ്പിച്ചിട്ടല്ലാണ്ട് അയാൾ തിരിച്ചു വരില്ല, അങ്ങനത്തെ ഒരു ആള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ വലിയ ഈ നാട്ടിലകത്ത് ഇതെല്ലാം നല്ലതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല കാഴ്ച വെച്ച ആളാണ്. അയാളൊരുക്ക് വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷയം കിട്ടി. അപ്പോൾ ഞാൻ കേട്ടു, മൊയ്ലാറെ നിങ്ങൾ അവിടെ തന്നെ ഉണ്ടായി ഇപ്പോഴും ഈ ഇവിടേക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ. അപ്പോൾ പറഞ്ഞു ഞാൻ വിട്ടണെങ്കിലും പിന്നെ അവർ ഒന്നിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഒരു റായത്തായി. ഏതുമായിട്ട് നല്ലൊരു നാട്ടുകാരും ഒരു പിരിച്ചപ്പെട്ട് ഓരോ പിരിച്ചം വെച്ചതും അയാൾ നാട്ടുകാരെ പിരിച്ചം വെച്ചതും എല്ലാം നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമായാണ്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്കിതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖരീബ് നവാസ് എന്ന് പറയുമ്പോൾ അതൊരു കാന്തശക്തി പോലത്തതാണ്. എല്ലാം അവിടേക്ക് മടങ്ങുന്നു, എല്ലാവരുടെ കൽബും അവിടേക്ക് മടങ്ങുന്നു. അജ്മീർ എന്ന് പറയുന്ന അവിടുത്തെ വലിയ കറാമത്തുകൾ പറയാൻ തുടങ്ങിയെങ്കിൽ അത് എത്രയോ പറയാനുണ്ട്. അതൊന്നും പറയാനുള്ള ഒരു സന്ദർഭം ഇതല്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മുത്തന്നൂർ തങ്ങൾ നല്ല സാരവത്തായ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാൻ അവിടെയൊക്കെ പല കറാമത്തുകളും പോയപ്പോൾ അവിടുത്തെ ദർബാറിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കറാമത്ത് അവിടെ പിന്നെ ഒരു കഞ്ഞി രാവിലെയും വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. ആയിരക്കണക്കിലുള്ളതായിരിക്കുന്ന കൈകാട്ടികൾ കൈ യാചിക്കുന്ന ആൾക്കാരുണ്ട്.
എങ്കിലും അവരുടെ ജീവിതം അവിടെ കഴിയുന്നു. ആരും അവിടെ മരിച്ചു പോകുന്നില്ല പഴിച്ചിട്ട്. അതൊരു വിശേഷമാണ്. അതിനു പുറമെ ഇപ്പോൾ ഈ അജ്മീർ ഖാജാൻ്റെ ആണ്ട് നേർച്ച എന്ന് പറയുമ്പോൾ 10, 20, 30 ലക്ഷം ആൾക്കാർ കൂടുന്ന ഒരു വിശ്വാസമാണ്. അജ്മീറിലേക്ക് നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവും, ഇവിടെയുള്ള അധികം ആൾ പോയിട്ടുണ്ടാവും എന്ന് എൻ്റെ വിചാരിക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇത്ര 50, 30 ലക്ഷം 40 ലക്ഷം എല്ലാം കൂടിയെങ്കിൽ അവിടെ ഒരു മൂത്തിരിക്കാനൊരു സൗകര്യമില്ല, ഒരു കാശിക്കാനൊരു സൗകര്യമില്ല. ഇത് ഏറ്റവും വലിയൊരു കറാമത്താണ്. മനുഷ്യനിക്ക് ഒരു മൂത്രിക്കലും കാഷ്ടിക്കലെല്ലാം ഉണ്ടാവില്ല. പിന്നെ ആരെങ്കിലും റൂമാക്കിയ ആൾക്കാർക്ക് ചിലപ്പോൾ ആ റൂമിലേക്ക് പോയിട്ട് ആക്കാന്നല്ലാണ്ട് ഇത്ര മനുഷ്യന്മാർ കൂടിയിട്ട് ഇത്ര നിരക്കൊരു കൺട്രോൾ അവിടെ വരുന്നത് അത് വലിയൊരു കറാമത്താണ്. കണ്ണിൽ കാണുന്ന കറാമത്ത്. അവിടെ ബുദ്ധിയുള്ള കൂട്ടർക്ക് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ അപ്പൊ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ചിന്തനങ്ങൾ നടത്തുമ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യ ഈമാനുള്ള മനുഷ്യർക്ക് പെരീത്ത് വാഴ ഉപദേശങ്ങൾ ആ ദർബാറിലുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങൾ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഒരു ആശുറാ ദിവസത്തിലാണ്. മുഹറം ആശുറാ ദിവസത്തിൽ ഹിജ്റത്തിന്റെ 561 ഇന്ത്യയിലേക്ക് വന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെ 40 കൊല്ലം വരെ ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ തങ്ങൾ 96 വഫാത്ത് എന്നാണ് കുറേ അധികം മഹാന്മാരെല്ലാം രേഖപ്പെടുത്തി അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം. ബഹുമാനപ്പെട്ട അഹ്മദ് ഖ്വാല ശാരിയത്തി താൻ എഴുതിയതായിരിക്കുന്ന മൗലിദിൻ്റെ അകത്ത് 111 കൊല്ലം എന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പാട്ട് ബഹുമാനപ്പെട്ടവർ കല്യാണം കഴിച്ചത് തന്നെ 90 വയസ്സിലാണ്. ബഹുമാനപ്പെട്ടവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം ഇന്ത്യയിലേക്ക് വരാനുണ്ടായതുപോലെ ഇവിടെ വന്നിട്ട് ദീനി പിന്നെ പ്രവർത്തനങ്ങൾ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് അയച്ചത്. അത് പരിപൂർണമായിട്ട് അയച്ചിട്ട് അത് എതിരന്നെ സുഖരായിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. 90 വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു, നിങ്ങൾ സുസനത്തുൻ നിക്കാഹ് അതിനെ നിങ്ങൾ പൂർത്തീകരിക്കണം. അത് ഒരു കുറവ് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് നിക്കാഹ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടിട്ട് 90 വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. ആ സമയത്തിൻ്റെ അകത്തോടെ ഉള്ളതായിരിക്കുന്ന അമീറും വലിയതായിരിക്കുന്ന മഹാനായ ഒരാളാണ് ബഹുമാനപ്പെട്ട വജീഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു വലിയ. അദ്ദേഹത്തിൻ്റെ മകളെ ഒരു ഇസ്മത്ത് ബീവി എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. അതിൽ 3 മക്കളുണ്ടായി. അതിൽ 3 മക്കൾ 2 മക്കളും തൻ്റെ റൗലാൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. 4 മക്കൾ. 3 മക്കൾ. ഒന്ന് ഹുസാമുദ്ദീൻ, പിന്നൊന്ന് ലിയാവുദ്ദീൻ, അബൂ സഈദ് എന്ന് പറയുന്നതാണ്. പിന്നൊരു ഹിസ്മത്തുൽ ജമാൽ, ഹാഫിളത്തുൽ ജമാൽ എന്ന് പറയുന്ന ഒരു മഹദി. അവരുടെ കാലിൻ്റെ ഭാഗത്തിൻ്റെ അകത്ത് അലക്കബൂർ പോയർക്കെല്ലാം കാണാം. സുബ്ഹാനല്ലാഹ്. അത് 2ാമത്തെ ഭാര്യയിലുണ്ടായതാണ്. ഒരു 2ാമത്തെ ഭാര്യ ഒരു യുദ്ധത്തിൽ ചെലവഴിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അത് ഇസ്ലാമായതിന് ശേഷം ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ കല്യാണം കഴിച്ചു. വലിയ മർത്തബയിലെത്തിയതായിരിക്കുന്ന ഒരു മഹദിയാണ് ഹാഫിളത്തുൽ ജമാൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഖാജ ഗരീബ് നവാസ് തങ്ങളെ ജീവിത ചരിത്രം പഠിക്കലെന്ന് നല്ലതാണ്. ധാരാളം ഫാരിസിയിലും ഉറുദുവിലും അതിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ അറബിയിൽ അതിൻ്റെ ഗ്രന്ഥങ്ങൾ വളരെ കുറവാണ്. ഏതായാലും ഈ ഗ്രന്ഥത്തിലെല്ലാം പഠിക്കുന്നതിനേക്കാളും മശൂറാണ് ബഹുമാനപ്പെട്ടവരുടെ അവരെ ഉണ്ടാകുന്നതായിരിക്കുന്ന അത്ഭുത അവസ്ഥകൾ, കറാമത്തുകൾ. ഒരു ദിവസത്തിന് 2000 ആൾക്കാരെല്ലാം ഇസ്ലാമായ ചരിത്രമുണ്ട്. അത്രയും വലിയതായിരിക്കുന്ന കറാമത്തിൻ്റെ ഉടമയാണ്. അവിടെ വലിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടൊന്നും നാട് ഫതഹായതല്ല. പിന്നെ അവസാന കാലത്ത് ശിഹാബുദ്ദീൻ ഊരി എന്ന് പറയുന്ന ആളെ അടുക്ക് വരാൻ പറഞ്ഞു. ഈ പോർത്തി രാജൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവന് ഇസ്ലാമായില്ല. അപ്പം മാത്രമല്ല തങ്ങളോട് വളരെ കൂടുതലായി എതിർത്തു. അതുകൊണ്ടിട്ട് സുൽത്താൻ ശിഹാബുദ്ദീൻ ഊരി എന്ന് പറയുന്ന ആളെ ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞു. മുൻപ് വന്നിട്ട് ഡൽഹിയിലെല്ലാം യുദ്ധം ചെയ്തിട്ട് പോയിട്ട് പരാജയപ്പെട്ടിരുന്നത്, ജയിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ വീണ്ടും വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, വന്നു. അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഈ പോർത്തി രാജൻ എന്ന് പറയുന്ന ഇവനെ കൊല്ലുകയും അവസാനം പിന്നെ ഡൽഹിയും അതുപോലെ തന്നെ
പിന്നെ അജ്മീറും അതിൻ്റെ ചുറ്റുഭാഗമുള്ള രാജ്യങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ രാജ്യങ്ങളായി. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന തൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന മുരീദാണ് ഖുതുബുദ്ദീനുൽ ബഖ്തിയാറുൽ കാക്കി എന്ന് പറയും. അവരെ പിന്നെ ഇസ്ലാമിൻ്റെ അവിടെ ഭരണത്തിന് അവിടെ സ്ഥാപിച്ചതിന് ശേഷം അവിടെ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഖലീഫയായിട്ട് അവിടേക്ക് അയച്ചു. അങ്ങനെ മൂപ്പര് ഖാജ തങ്ങൾ വഫാത്തായതിൻ്റെ ഒരു കൊല്ലത്തിൻ്റെ ശേഷമാണ് വഫാത്തായത്. അവരുടെ മുരീദന്മാരുടെ ഖബറുകളാണ് വടക്കേ ഇന്ത്യയിലെല്ലാം നാനാ ഭാഗത്തിലും എല്ലാം അവിടുത്തെ ഖുലഫായികൾ, അവിടുത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന മുരീദന്മാരുടെ ഖബറുകളാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഒരു സേവന, അവർക്കുള്ളതായിരിക്കുന്ന പ്രവർത്തനം വെറും യുദ്ധം കൊണ്ടിട്ടുണ്ടായതല്ല, പിന്നെന്താണ്, വെറും കറാമത്ത് കൊണ്ടിട്ടാണ്. അത് പറഞ്ഞാൽ തീരാത്ത കറാമത്തുകളാണ്. ഇൻഷാ അല്ലാഹ് അതിനെ പറയേണ്ട സമയത്ത് പറയാം. പിന്നെ ബഹുമാനപ്പെട്ട തങ്ങൾക്കെല്ലാം സമയം ഞാൻ വിട്ടുകൊടുക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദ്വാരക്കണമെന്ന് പ്രത്യേകം എല്ലാവരോടും വസിയത്താക്കുന്നു. എല്ലാവരും ഇതുപോലത്തെ അയക്കുന്ന സദസ്സ് ഇങ്ങനത്തെ ഉൾനാടായെങ്കിലും എല്ലാം എത്ര പ്രയാസമുണ്ടെങ്കിലും നിങ്ങളെല്ലാം വന്നെത്തുന്നത് തന്നെ വലിയൊരു കറാമത്താണ്. ഇത് ഖാജാൻ്റെ പേരിക്ക്. പിന്നെ നമ്മളെ ഇവിടുത്തെ അബ്ദുൽ നാസിർ ഉസ്താദിൻ്റെ ഒരു തക്കാരം, അത് സുബ്ഹാനല്ലാഹ്, അയാൾ പിടിച്ചെങ്കിൽ പിന്നെ ഒരാളെ വിടൂല, അങ്ങനത്തെ പിടുത്താണ്. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ സ്വാഗതത്തിന് പറഞ്ഞു ഒരാൾക്ക് പിന്നെ സ്വാഗതം പറയാൻ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അങ്ങനത്തെ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. നമ്മുടെ ഇവിടുത്തെ പണ്ഡിതന്മാർ, ഉലമാക്കന്മാർ, സദസ്സിൽ വലിയ വലിയ ആലിമികളെല്ലാം ഉണ്ട്. എല്ലാവരെയും അള്ളാഹു നമ്മളെല്ലാവരെയും ഉഖ്റവിയായ ഉലമാവിൽ അള്ളാഹു പെടുത്തട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഉമറാവിനെല്ലാം ഉഖ്റവിയായ ഉമറായിൽ പെടുത്തട്ടെ. മറ്റുള്ള മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എല്ലാ മുഅ്മിനീങ്ങളും നമ്മളെ എല്ലാം ഒന്നായിട്ട് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദുൽ ഉലമാ ശൈഖ് ഉസ്താദിന്റെയും